സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഉറങ്ങിയില്ലേ? ഇഗാശ കിടക്കുന്നില്ലേ? എന്തു പറ്റി? ഉറക്കം വരുന്നില്ലേ? വന്നു മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടല്ലേ തേണ്ടി. ദൈവമേ, കയ്യപ്പത്തൊന്നും കാണിച്ചേക്കരുതല്ലേ, എനിക്ക് കൺട്രോൾ തരണേ. ഞാൻ കിടക്കാൻ പോവാ. നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. എന്നതാ ഇഗാശേ? ഇന്നലെ പറഞ്ഞ കാര്യം സത്യമാണോ, ഉള്ളതാണോ, ശരിക്കും എന്നോട് അങ്ങനെയാണോ? ഇതൊക്കെ ചോദിക്കാനാണെങ്കിൽ ഇത് ഞാൻ 1000 വട്ടം പറഞ്ഞതാണ്. എനിക്ക് ഇഗാശിനെ ഒത്തിരി ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന്. ഇനി വീണ്ടും 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 എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വയ്യ പറയാനായിട്ട്. അയ്യോ, മതി. ദൈവത്തോർത്ത് നീ അത് പറയല്ലേ. എനിക്കിന്നെങ്കിലും ഉറങ്ങണം. അതല്ല, നീ പെണ്ണിലൂടെ ഡാൻസ്, അല്ല അനാമികയോട് ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ആണോ? ഏത് സ്റ്റെപ്പ്? ഓ, ഇഗാശി വന്നപ്പോൾ കണ്ടതാ? അല്ല, ഞങ്ങൾ സ്റ്റെപ്പ് മാറ്റി. അത് അന്നേരത്തേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ പറ്റുമോന്ന്. പക്ഷെ അവളെ കൊണ്ട് ഒക്കുന്നില്ല. അതൊക്കെ ഭയങ്കര പാടെന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സ്റ്റെപ്പ് മാറ്റി. ഇപ്പോൾ കുറച്ച് സിറ്റുവേഷൻസാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത പാട്ടിന് അത്ര ഡിഫിക്കൽട്ടി സ്റ്റെപ്പൊന്നും പറ്റത്തില്ല. കുറച്ച് ഞാനും കളിക്കും, കുറച്ച് അവളും കളിക്കും. പിന്നെ ബാക്കിയെല്ലാം ഒരു റൊമാൻറ്റിക് വൈബ് കിട്ടാനായിട്ട് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ സ്റ്റെപ്പ് കളിക്കണമായിരുന്നോ? അയ്യോ വേണ്ട, ഇപ്പം വേറെ സെറ്റ് ചെയ്തല്ലോ. ഈ റൊമാൻറ്റിക് സിറ്റുവേഷനും കൂടെ ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും ഇല്ല. നിനക്ക് കംഫർട്ടബിളോ അങ്ങനെയാണോ അങ്ങനെ തന്നെ കളിച്ചോ. നീ ഓക്കെ അല്ലേ? നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ ഞാൻ റിജക്റ്റ് ചെയ്തതിന്, ഞാൻ എൻഗേജ്ഡ് ആണെന്നൊക്കെ പറഞ്ഞതിന്? സ്കോർ ചെയ്യേണ്ട ടൈമാണ്. വിഷമമൊന്നുമില്ല. ഞാനൊക്കെയാണ്. ഞാനെന്നാൽ പോയി ഫ്രഷായിട്ട് വരാം. ബൈ. ഓ ഗോഡ്, അവന് നല്ല വിഷമമുണ്ട്. അതവൻ്റെ സൗണ്ട് കേട്ടാലേ അറിയാം. അക്കാര്യം പറഞ്ഞപ്പോഴേ അവൻ്റെ മുഖമൊക്കെ മാറി. ഞാൻ കാരണമല്ലേ ഇപ്പോൾ വിഷമിക്കുന്നത്.
അത് ഇങ്ങനൊരു കാര്യത്തിന് വേറെ വല്ല ആരുന്നെങ്കിലും വേണ്ടില്ല, ഞാൻ ഇങ്ങനെയും സഹിക്കും. പാവം, ഞാൻ ഓക്കെ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. ഏത് നേരത്താണാവോ? മിണ്ടാതെ കയറി കിടന്നുറങ്ങാം. എനിക്ക് വയ്യ അവനെ ഫേസ് ചെയ്യാനായിട്ട്. ഏതായാലും ഇനി അവൻ്റെ മുമ്പ് പോകാതിരിക്കുന്നത് നല്ലത്. ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. ഏത് നേരത്താന്തോ അവൻ എൻ്റെ റൂമിൽ തന്നെ കിടത്താമെന്ന് പറയാൻ തോന്നിയത്. അല്ലെങ്കിൽ അവൻ വേറെ റൂമിൽ കിടന്നുറങ്ങിയാനെ. എനിക്കവനെ കാണാൻ പോലും ചെയ്യണ്ടായിരുന്നു. ഇതിപ്പം കുളിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ തെങ്ങും തടി പോലെ നിന്നാൽ അവൻ്റെ മുഖത്ത് നോക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഉറങ്ങുന്നതാണ്. യെസ്. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ലല്ലോ പുല്ല്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും അവനെനിക്ക് ഫസ്റ്റ് വിഷ് തരാറ്. ഇപ്രാവശ്യം അവൻ മറന്നുപോയി. അല്ലെങ്കിലും ആൾക്കാരൊക്കെ മാറുമല്ലോ. സമയം 12 ആവാറായി. എല്ലാ പ്രാവശ്യവും ഈ നേരമാകുമ്പോൾ അവ അവിടെയാണെങ്കിൽ എന്നെ വിളിക്കും, നേരിട്ടാണെങ്കിൽ വന്ന് വിഷു പറയും. ഇപ്പം അവ ഒരുപാട് മാറിയില്ലേ. എല്ലാം വിധി, എൻ്റെ ഞാനായിട്ട് വരത്തി വെച്ച വിധി. സഹിക്കാൻ അല്ലാതെന്താ. ആരാ? ഞാനാ. ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, ഉറക്കം വന്നില്ല. നീ എനിക്ക് വിഷ് തന്നില്ലല്ലോ. സാധാരണ എല്ലാ ബർത്ത്ഡേക്കും ഫസ്റ്റ് വിഷ് നിൻ്റെ അല്ലേ. ഇപ്രാവശ്യം അത് കുഷി സ്കോർ ചെയ്തു. സാരല്ല. പിന്നെ എവിടേക്കും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു വരുമെന്ന്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം നിദ്രാദേവി എന്ന കനിയാത്ത് വിഷ് ചെയ്യാനായിട്ടാണോ വന്നത്, അതോ വഴക്കിടാനോ? എനിക്ക് അത്രയും സ്വാതന്ത്ര്യമുള്ളവരോടെ ഞാൻ വഴക്കിടാറുള്ളൂ എന്ന് മറ്റാരെക്കാളും ഋഷിക്കറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സ്കോർ ചെയ്തത് എന്തൊക്കെയോ നേടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൻ്റെയും ഓട്ടപ്പാച്ചിലിൻ്റെയൊക്കെ മറന്നുപോയി. അല്ല, വിട്ടുപോയി. മറന്നെന്നും പറയാം. അതിനെനിക്ക് എന്നോട് തന്നെ ദേഷ്യം. ഞാൻ എന്നോട് തന്നെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പോട്ടെ, 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ ടു യു ഋഷി. എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും. എനിക്കറിയാം നിന്നെ എനിക്ക് കിട്ടത്തില്ല എന്ന്, നീ ഒരിക്കലും എന്നെ അംഗീകരിക്കത്തില്ല എന്ന്. നിൻ്റെ ഉള്ളു മുഴുവൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിലും നീ ഒരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന്. പക്ഷേ മേ ബി ഖുഷിയായിരിക്കും നിൻ്റെ റൈറ്റ് ചോയ്സ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഈ ഒരു വിഷന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഇത്രയും നേരം. നീ വരാതെ 12 മണി ആവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. നീ വന്നു, വിഷ് ചെയ്തു. ഇനി എനിക്ക് ഹാപ്പി ആയിട്ട് നാളെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. പക്ഷേ ഐ വാണ്ട് ടു നോ വൺ തിങ്. ഒരു കാര്യം മാത്രം. മുസാനും നീയും തമ്മിൽ അത് വെറും ആക്ടിങ് അല്ലേ? ശരിക്കും നിങ്ങൾ റിലേഷനിലൊന്നും അല്ലല്ലോ? ഇതിലെനിക്ക് കള്ളം പറയണോ സത്യം പറയണോ എന്ന് സത്യത്തിൽ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കള്ളം പറയാം. ഞാനും അവനും ഭയങ്കര ഇഷ്ടമെന്നല്ല, ഇഷ്ടത്തില്ല. പറ്റുവാണെങ്കിൽ ഞങ്ങൾ കല്യാണവും കഴിക്കാൻ തീരുമാനിച്ചേക്കാം. അല്ല, നിൻ്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായ. എനിക്കിതറിയണമായിരുന്നു, ഇത് മാത്രം. ഇപ്പം എനിക്ക് സമാധാനമായി. നിന്നെ കിട്ടിയില്ലെങ്കിലും നീ എൻ്റെ മുമ്പിൽ മറ്റൊരാൾക്ക് സ്വന്തമായതുപോലെ അഭിനയിക്കുന്ന കാണാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് സഹിക്കുന്നതിൽ അധികമായിരുന്നു ചെയ്തു. ഇത് പറഞ്ഞല്ലോ, സമാധാനമായി. പിന്നെ നിന്റെ എൻ്റെയും കാര്യം അതെന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്തു.
ഇനി എന്തൊക്കെ നടന്നാലും അതിന് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കാര്യത്തിൽ മാത്രം ആരും ഒരു സ്കോപ്പും വയ്ക്കണ്ട. അത് നടക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പ് ഒരുപക്ഷെ നിന്നോട് റീസൺസ് പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ അത് ചിലപ്പോൾ ഇക്കാശ് പറഞ്ഞ് നിനക്കറിയായിരിക്കും. ആശു പറഞ്ഞതൊക്കെ സത്യ. അപ്പയെ വേദനിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റത്തില്ല ചെയ്തു. അപ്പയ്ക്ക് വേണ്ടി നിന്നെയോ നിനക്ക് വേണ്ടി അപ്പയോ രണ്ടുപേരും വേദനിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്, എനിക്കൊരു കുടുംബം തന്നത്, ഈ പറയുന്ന നിന്നെ തന്നെ എനിക്ക് തന്നത് അപ്പയാ. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നടക്കത്തില്ല. ഇതിനുശേഷം പലതും സംഭവിക്കാം. പക്ഷെ ഒന്നും ഞാൻ തീരുമാനിച്ചു. എന്താണെന്നറിയോ? ഖുഷി, അവളുടെ പപ്പ എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളെ കെട്ടിക്കൂടെയെന്ന്. എനിക്ക് തോന്നുന്നു നീ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടി ആദ്യം ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിയാ, എനിക്ക് ഖുഷിക്ക് എന്നെയോ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ ആ പ്രപ്പോസലിനെ കുറിച്ച് ആലോചിക്കുക. നീ ഇന്ന് വരുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിന്നോട് പറയണമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വെറുതെ എന്നെ മനസ്സിട്ട് നിന്റെ ഭാവി കളയരുത്. എല്ലാം മറന്നേക്കണം, എല്ലാം. ആ ഗുഡ്. പിന്നെന്താ, മറക്കാനാണോ പാട്? ഇത്രയും വർഷം ശ്രമിച്ചിട്ട് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പറ്റും, ഒരു ദിവസം പറ്റും ഋഷി, എല്ലാം മറക്കാൻ. ഗിഫ്റ്റ് വേണ്ടേ? ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം. നീയല്ലേ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് തരുന്നത്. ഇപ്രാവശ്യം കയ്യിലൊന്നും കണ്ടില്ല, അതാ ചോദിക്കാതിരുന്നത്. കാണത്തില്ല എന്ന് കരുതി. മറന്നുപോയതല്ല, വാങ്ങാത്തതാ. ഞാൻ നാളെ ഋഷിയുടെ ബർത്ത്ഡേ പാർട്ടി നാളെ ആണല്ലോ. മറ്റന്ന് ഞാൻ പോവും തിരിച്ച് ബാംഗ്ലൂർ. നാളെ കൃഷ്ണ വരും. അവനും ഞാനും മറ്റന്നാൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്. ഇനിയൊരു ബർത്ത്ഡേ ഫംഗ്ഷന് ചിലപ്പോൾ ഞാൻ വന്നെന്ന് വരില്ല. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ തന്നെ പ്രാക്ടീസിന് കയറാൻ പോവാം. ചിലപ്പോൾ കാനഡയിലോട്ടോ ജർമ്മനിയിലോട്ടൊക്കെ പോവും. അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഋഷി. I love you, Rishi. Happy birthday to you. Bye. സൈദു, എല്ലാം അവൻ പോട്ടെ. ഞാനായിട്ട് ഇനി അവനെ വിളിച്ച് വരത്തരുത്. അവൻ നന്നായി ഇരുന്നാ മതി. എന്തൊക്കെ വന്നാലും ഞാൻ എന്നെ തന്നെ ആദ്യം കൺട്രോൾ ചെയ്യണ്ട. പറ്റും അവനില്ലാതെ. തണ്ടടായി ഋഷിയേട്ടാ, എന്ത് ചെയ്യുക? ഇതുവരെ റെഡിയായില്ലേ? ഈ വീട്ടിലെല്ലാവരും റെഡിയായി.
ഇനി ഋഷിയേട്ടൻ മാത്രമേ ഉള്ളൂ. അതെ, ഈ ബർത്ത്ഡേ ബോയ് റെഡിയായാൽ മാത്രമേ കേക്ക് മുറിക്കാനും തിന്നാനൊക്കെ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് എൻ്റെ ഡാൻസ് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതറിയോ? ഇത് പെട്ടെന്ന് റെഡി ആവുമോ? ആടാ, ഒന്ന് കുളിച്ചാൽ മതി. പിന്നെ ഡ്രസ്സ് മാറി അങ്ങ് താഴെ വരും. വേറെ റെഡിയാവൊക്കൊന്നുമില്ല. ഈ ഡ്രസ്സ് ഒന്ന് എടുത്തിട്ടാൽ മതി ഫ്രഷായിട്ട്. ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. അല്ല, കോസ്റ്റ്യൂമൊക്കെ കൊള്ളാലോ. ഇത് ഇപ്പോൾ ഇട്ടോണിക്കാനാണോ അതോ ഡാൻസിനും കൂടി വാങ്ങിയതാണോ? അതെ, ഇത് ഡാൻസിൻ്റെയാ. അല്ല, ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. ഇതിട്ടോണ്ട് തന്നെ ഡാൻസ് കളിക്കും. ഇനിയിപ്പോൾ ഞാൻ കുറേ വാങ്ങിച്ചിട്ട് ഋഷിയേട്ടൻ്റെ അനിയന് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതെ, ഒന്ന് വരുന്നുണ്ടോ പെട്ടെന്ന് ഫ്രഷായിട്ട്? ഞാനേ റൂമിൽ പോയി കുഷിച്ചിട്ട് ബുക്ക് ഇന്നലെ അവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വായിക്കാനായിട്ട്. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോറിംഗ് ആയതുകൊണ്ട് ഒരു നോവൽ ബുക്ക് കൈ കൊണ്ടുവന്നപ്പോൾ അതും വാങ്ങിക്കൊണ്ട് പോയതാ. അതെടുത്ത് തിരിച്ചു കൊടുക്കട്ടെ. രാവിലെ തൊട്ട് എൻ്റെ ചെവി തിന്നുകൊണ്ട് എൻ്റെ പിറകെ നടക്കുക. ബുക്ക് താടാന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. അന്നേരത്തേക്ക് റെഡിയായി ഇറങ്ങണേ. ആ, അപ്പോഴത്തേന് ഞാൻ റെഡി ഇറങ്ങാം. ചെല്ല്. അവക്ക് ബുക്ക് എന്ന് പറഞ്ഞാലേ പ്രാന്ത. ഇനി ആ ബുക്ക് കാണാതായിട്ട് വേണം നിന്നെ തല്ലിക്കൊല്ലേ. പെട്ടെന്ന് മേടിച്ചു കൊടുക്കാൻ നോക്ക്. ഓ, അപ്പോൾ പുള്ളിക്കാരിക്ക് ബുക്ക് ഭ്രാന്തമുണ്ട്. അതെനിക്ക് തോന്നിയായിരുന്നു ഇത്രയും നേരത്തെ പ്രഹസനം കണ്ടപ്പോഴേ. ഏതായാലും ഞാൻ പോട്ടെ. എന്നാട്ടൻ ചെല്ല്. ഇതെവിടെ? ആ, ഡാ കൃഷ്ണ വാ. ഡാ തൃശു നിന്നേ. ആ കൃഷ്ണ, ഇതാണ് തൃശൂൽ വിഷ്ണുദാസ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആജന്മശത്രുവിൻ്റെ ഇളയ മകൻ. നമുക്ക് ശത്രുവല്ല, മിത്രവാ. ഹലോടാ. ഹായ്. അതെ, ഒരു ദിവസം എൻ്റെ അച്ഛയും നിങ്ങളുടെ മിത്രമാവും കേട്ടോ, പഴയതുപോലെ. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ചൈതോട്ടാ. ചൈതോട്ടൻ രാവിലെ അടിച്ചിട്ടുണ്ടോ? നല്ല സ്മെല്ലെടുക്കുന്നുണ്ടല്ലോ. അതോ കുളിച്ചില്ലേ? ആഹാ, നീയല്ലേടാ കോപ്പയെ പറഞ്ഞ നീ അടിച്ച സാധനത്തിന്റെ മണം ആർക്കും കിട്ടത്തില്ല. ധോപം മണത്തെടുത്തല്ലോ. അല്ലടാ മോനെ തൃശ്ശൂലെ, നിനക്ക് ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ മണത്തെടുത്ത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ കുടിക്കത്തില്ല. പക്ഷേ എൻ്റെ കസിൻ സിസ്റ്ററുണ്ട്, അവൾ ഇതിൻ്റെ ഏറ്റവും ആളാണ്. അവൾ കുടിക്കും. പിന്നെ ലണ്ടനിലല്ലേ, അവിടെ ഫ്രണ്ട്സും ചുറ്റും എല്ലാം പബ്ബിലും ക്ലബിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഇൻസിഡൻറ്റ് പറ്റിയതിനു ശേഷം കുടി നിർത്തിയതാണ്. പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്തോ ജാതോട്ടെ, രാവിലെ തന്നെ കേക്ക് മുറി പോലും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്നു, എല്ലാവരും വന്നു. വെറുതെ കൊളാവോ? എടാ ചെറുക്ക, ഐ എം പ്രോമിസ്, ഞാൻ കാരണം നിൻ്റെ ഋഷിയേട്ടൻ്റെ ബർത്ത്ഡേ കൊളാവത്തില്ല. പോരെ? ഹാപ്പി ആയില്ലേ? ആ, അത് കേട്ടാൽ മതി. എന്നെ ഞാൻ പോവാം. അല്ല, നീ ഇതേടാ? അതോ റൂമിൽ കുഷിയുടെ ഒരു ബുക്ക് ഉണ്ടല്ല, അതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ആ, വിട്ടോ. എൻ്റെ അനിയ അവിടെ ഉണ്ടെങ്കിൽ അവനോട് താട്ടിറങ്ങിയാ പറ. ഓ, നശിച്ചെൻ്റെ പേര് കേട്ടപ്പോൾ എൻ്റെ മൂഡ് പോയല്ലിയ. എടാ ദോരപാലക, നമുക്കൊരു 2 എണ്ണം കൂടെ അടിച്ചിട്ട് വരാം. നീ വാ. അത് വേണോ? എടാ ഇപ്പൊ തന്നെ നീ കുറച്ചല്ല, നല്ല ഓവറാ. ഇത് മതിടാ. പിന്നെ നീ ഒന്ന് പോയേ. ഓവറാകാൻ വേണ്ടിയിട്ട് ആ സാധനമൊക്കെ ഒഴിച്ച് അവിടെ വച്ചേക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നെൻ്റെ ഋഷിയുടെ ബർത്ത്ഡേ ആണാവില്ലേ, അടിച്ച് പൊളിച്ചിട്ട് വേണം നാളെ നമുക്ക് ഇവിടെ നിന്ന് പോയേ. അല്ലാതെ കണ്ടപ്പോൾ ആറ്റിത്തിരി നടക്കാനല്ല, മനസ്സിലായോ? നീ വന്നേ ഇങ്ങോട്ട്. ചൈതു ഫ്രണ്ടാണല്ലേ? ഹായ്, മുസാനമീർ. എന്ത് കോലാടാ ഇത്? നീ ഡ്രസ്സൊന്നും മാറ്റുന്നില്ലേ? നീ എന്തോ അല്ലാതിരിക്കുന്നത്? ഓക്കെ അല്ലേ? ആ മുസ, കൃഷ്ണ, ഇത് മുസാനമീർ, എൻ്റെ ഫേക്ക് ബോയ് ഫ്രണ്ട്. നീ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ? ആ മുസു, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ ഡ്രസ്സാണ്. ഞാൻ 2 എണ്ണം എടുത്തില്ലേ? അതിലൊന്നാണ്. വല്ലാതിരിക്കുന്ന എന്തോന്നുമില്ല. 2 പെഗ് അടിച്ചായിരുന്നു അവിടെ നിന്നെടുത്ത്. അതിൻ്റെ ചെറിയൊരു ആട്ടമുണ്ട്, അല്ലാതെ വേറൊരു പ്രശ്നമില്ല. ഐ എം സോ ഹാപ്പി. വി ആർ ഗോയിങ് ടു കട്ടിങ് കേക്ക് ആൻഡ് ഈറ്റിംഗ് ഫുഡ് ആൻഡ് എൻജോയ് എല്ലാവരും ഇന്ന്. നീ വാ, നമുക്ക് 2 എണ്ണം പോയി അടിക്കാം. ചൈതു, നീ ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? എടാ, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതാ. നീ ഇനി എവിടെ 2 എണ്ണം അടിക്കാൻ പോകുന്നു? കൃഷ്ണ അല്ലേ? കൃഷ്ണ, ഇനി സാധനം കൊടുക്കണ്ട, നോക്കിക്കോ. ഞാൻ സംഭവം ഇന്നലെ രാത്രി തൊട്ടേ പുള്ളിയുടെ ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാൻ നേരത്താ, ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ റൂമിൽ നിന്ന് പോയത്.
അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. രാവിലെ പിന്നെ ഇവിടെ ഫങ്ഷൻ പാർട്ടി അതിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അതാ ഞാൻ കൂടെ ഇല്ലാതിരുന്നതും. ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് ഞാൻ മാറത്തില്ലായിരുന്നു. അവനോട്ട് ഓക്കെ അല്ല എന്ന് ഈ വീട്ടിലിപ്പം എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. എന്തായാലും താൻ കൂടെ കാണുമല്ലോ അല്ലേ? വേറൊന്നും അല്ലടോ, താഴെ കുറച്ച് പണിയോടെ ഉണ്ട്. ഇക്കാശൊന്നും ഇതുവരെ ഇക്കാശ് ഇപ്പോഴാണ് കമ്പനിയിൽ നിന്ന് വന്നത് ഉച്ചയ്ക്ക്. അതുകൊണ്ട് തന്നെ അവൻ ഫ്രഷ് ആവാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവന് നോക്കാൻ പറ്റിയില്ല, എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കാം, താനൊന്ന് നോക്കിയിരിക്കും. എന്തായാലും ഇനി സാധനത്തിൻ്റെ അടുത്തോട്ട് അവനെ കൊണ്ടുപോകണ്ട. ഇനിയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓവറാവും. ഫാമിലി മെമ്പേഴ്സ് എല്ലാം വരുന്നതല്ലേ, പോരാഞ്ഞിട്ട് ഒരു ഡോക്ടറും കൂടെയാണ്, പിന്നെ അത് മതി. അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ മുസാൻ, ഞാൻ നോക്കിക്കോളാം. ആക്ച്വലി ഞാൻ വന്നപ്പോഴേ പുള്ളി ആൾ വെള്ളത്തിൽ തന്നെയാണ്. ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായതേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേ ഇവനെ വിളിച്ചായിരുന്നു. അന്നേരം ഫോൺ എടുത്തിട്ടാണ് പറഞ്ഞത് ബാർ സെക്ഷൻ്റെ അങ്ങോട്ട് വരാൻ. അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്. ഞാൻ വന്നപ്പോൾ തന്നെ 4-5 പേക്കൊക്കെ താക്കിയിട്ടായിരുന്നേ. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 കൂടെയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളും ഫ്ലാറ്റാണ്. ഏതായാലും ഞാൻ ഇനി അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ഞാൻ വന്നതിന് ശേഷമായിരുന്നെങ്കിൽ മേ ബി ഞാൻ കൺട്രോൾ ചെയ്തേനെ. ഞാൻ വരുന്നതിന് മുമ്പേ അവൻ കുടിച്ചില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റാനാ. ഏതായാലും ഞാൻ നോക്കിക്കോളാം. മുസാൻ പൊയ്ക്കോ, ധൈര്യമായിട്ട് പോയിട്ടോ. ഞാൻ വരും ഈ പാതയിലായി നിന്നെ ബുക്ക് എവിടെ? 4 ബുക്ക് ഞാൻ അവിടെ കൊണ്ടുവച്ച്. ആ കുശിന്ന് എൻ്റെ തല വെട്ടി അപ്പുറത്ത് അടുപ്പിൻ്റെ മണ്ടേ വെച്ച് ചൂടാക്കി തിന്നും, ഉറപ്പാ. വാവ്. ഹായ് ഗസ്. ഹാ ഹാൻഡ്സ് ആയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും നോക്കണേ. വിട്. എന്താ ഇവിടെ ഇരിക്കും, കുറച്ച് കാര്യം പറയട്ടെ. ഫസ്റ്റ് വൺ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, നീ എന്നോട് ഐ ലവ് യു പറഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാവും. എന്താണെന്നറിയില്ല. സാധാരണ ആരെങ്കിലും എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ട് പോയാൽ ആ ഒരൊറ്റ ദിവസം ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. പിറ്റേ ദിവസം ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ശരിയാവും. പക്ഷെ ഇത് നീ ആയതുകൊണ്ടാണോ അതിന് വേറെന്തെങ്കിലും ആണോ എന്നറിയില്ല, ഞാൻ ഒട്ടും ഓക്കെ ആവുന്നില്ല. നീ ഭയങ്കര സുന്ദരനാ. നിനക്കറിയോ നിന്നെ കാണാൻ എന്ത് ഹോട്ടാന്ന്? അറിയാം, ലണ്ടനിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരെൻ്റെ പിറകെ ഉണ്ട്, അതുകൊണ്ടറിയാം. ഇപ്പോൾ ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞതാണോ കുറ്റം, അതോ വേറെന്തെങ്കിലും ആണോ? ഇപ്പം എന്തിനാ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയേ? നീ ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് പറയാൻ. അത് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ പറയണമെന്ന് തോന്നി പിടിച്ചു നിർത്തി. എന്താ, ഏതായാലും നിൻ്റെ ഈ ബോഡി ലാംഗ്വേജും ഇന്നിപ്പൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ചെയ്തതിനെ നീ ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഉറപ്പാണ് നീ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ മൂഡ് ഓഫൊക്കെ മാറി തുടങ്ങിയെന്നാണ് തോന്നുന്നു. അതായത് എൻ്റെ മൈൻഡിൽ കിടന്ന് കറങ്ങിയൊരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയെന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. എനിവേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണോ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം? മാറി. അതെ, ഇതാ കൊള്ളാല്ലേ? റഷ്യേട്ടൻ്റെ സെലക്ഷനാ.
ഏട്ടനാ പറഞ്ഞത് എനിക്ക് വൈറ്റ് നന്നായിട്ട് ചേരുമെന്ന്. ഞാൻ മാത്രമല്ല, അനുവും വൈറ്റ് തന്നെയാണ്. ഞങ്ങൾ രണ്ടൊരു പേരാണല്ലോ, അപ്പോൾ ഒരുപോലത്തെ ഡ്രസ്സാണ്. ഇക്കാശിന് ഡാൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്തു തരുമോ? ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. നീ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ മേ ബി നീ പറയുന്ന എന്തും ഞാൻ ചെയ്തു തന്നേനെ. ഇതിപ്പോൾ നിൻ്റെ കൂടെ ഒരു പെയറും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. എന്നാലും നോക്കട്ടെ, ആദ്യം നിൻ്റെ ഡാൻസ് ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണോ അതോ നിൻ്റെ ഇനി എന്തെങ്കിലും എടുക്കണോ വയ്ക്കണോ എന്നൊക്കെ. ഇപ്പോൾ പുനമോൾ ചെല്ലാൻ നോക്ക് താഴോട്ട്. ഓക്കെ ഫൈൻ, ഞാൻ പൊക്കോളാം. പക്ഷേ ഇക്കാശിന് എൻ്റെ ഡാൻസ് ഇഷ്ടമാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ നോക്കോ, ഇക്കാശി എന്നെ എൻ്റെ അടുത്ത് പറയും സൂപ്പറായിരുന്നു എന്ന്. ചലഞ്ചായതെൻ്റെ. പോട്ടെ, ബൈ. പൊക്കോ. എനിക്കെങ്ങനെ ഡാൻസ് ഇഷ്ടമായ നീ ആഗ്രഹിക്കുന്ന സാധനം തന്നെ, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തരും. ഇല്ലെങ്കിൽ അപ്പം കാണാം. അമ്മ ഇതെന്താ അമ്മ ഇവിടെ വീട്ടിനകത്ത് ആരും കാണാത്ത? പുറത്ത് മുഴുവൻ ആൾക്കാരാണല്ലോ, ജനക്കൂട്ടം. സകല ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. എല്ലാവരും എന്നെല്ലാം വർഷത്തിലൊരിക്കൽ ഒരു ഉദിച്ച ചന്ദ്രനെ പോലെയാണ് നോക്കുന്നത്. അമ്മ നമുക്ക് തിരിച്ചു പോയാലോ? അല്ല, ഇവിടെ ആരെയും കാണുന്നില്ല. ഇനി എങ്ങാനും ഈ കാശോ അല്ലെങ്കിൽ ചൈതു എന്നെ കണ്ട പ്രശ്നമായാലോ? ആവട്ടെ. ഐ എം റിയലി സോറി മരുമകനെ. ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കാറില്ല. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണോ വന്നത് അതും ചെയ്തിട്ടേ പോകത്തുള്ളൂ, കേട്ടോ? മിണ്ടാ നിൽക്കവിടെ. തൃശു അമ്മ, മിസ് യു അമ്മ. ആഹാ, ഡ്രസ്സൊക്കെ കൊള്ളാലോ. എന്താടാ, വല്ല ഡാൻസ് ഉണ്ടോ നിന്റെ? അല്ല, സ്വാഭാവികമായും നിന്റെ ഒരു സ്വഭാവം വെച്ച് അങ്ങനത്തെ വല്ല ഗുലുമാലകൾ ഒപ്പിക്കാറുണ്ടല്ലോ. നല്ല ആളുണ്ടല്ലോ. ഋഷിയോടെ ഗിഫ്റ്റ് കൊടുക്കണം. നിനക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കാരോ? നിന്റെ അളിയൻ ഇവിടെ കാലൂത്തിപ്പുറത്തോട്ട് തിരിച്ചു പോവാന്നാ. അവിടെ നിന്ന് ഇവിടം വരെ പോണം, എല്ലാവരോടും മിണ്ടണം. ആന ചേന ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിറയിലും പേടിയും. എന്ത് ചെറുക്കനാണോ എന്തോ. ആമേ, ഡാൻസ് ഉണ്ട്. ഞാനും എൻ്റെ ഒരു പേരുണ്ട് അനാമിക. ഇതോ ആ പോകുന്ന പെണ്ണ് കണ്ടോ, അവളാ സുന്ദരിയല്ലേ? ഞാനും അവളും കൂടെ കളിക്കുന്നത്. ഡ്രസ്സ് കൊള്ളാമല്ലേ? ഇക്കാശ് വാങ്ങി തന്നതാ. പക്ഷേ ഋഷിയേട്ട സെലക്ഷനാ. ഋഷിയേട്ട ദേ വരുന്ന. ഋഷിയേട്ടാ, ഇവിടെ. വരുവാടാ. ആൻറ്റി, ഞാൻ വിചാരിച്ചു ആൻറ്റി ആരും വരത്തില്ല എന്ന്. അല്ല, ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റി? അത് കാര്യമാക്കണ്ട ഋഷിയേട്ടാ. അളിയൻ അല്ലെങ്കിൽ പണ്ടേ ഉള്ളതാ. എക്സാം എടുക്കുമ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതുപോലെ ഇമ്മാതിരി പേടിയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന പോലെ മോന്തയും ചിരിക്കുക ചോണ്ട് നിൽക്കും പേടിയായിട്ട്. ഇതത് തന്നെയാ. ചൈതുവേട്ടനോ അല്ലെങ്കിൽ കാശോ വല്ലതും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് നിൽക്കുക. അതാണോ നീ പേടിക്കണ്ടടാ? ഞാനില്ലേ. പിന്നെ ഒന്നുമില്ലെങ്കിലും നിന്റെ ധൈര്യശാലിയായ അളിയനില്ലേ, അത് തന്നെ ധാരാളം. ഈ പറഞ്ഞ ഇകാശിനൊക്കെ ഇല്ലേ, നിന്റെ അനിയനെ മുൾമുനെ നിർത്തുന്നുണ്ട് ആ നാക്കുകൊണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ അവൻ സംസാരിച്ച് വീഴ്ത്തിക്കോളും നിന്റെ അനിയനെ, കേട്ടാ? ഋഷി, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? എടാ, ടൈമായി. ഇകാശോടെ ചൈതു അല്ല. അപ്പൊ ഇത് ആരോ? ആരുമല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇത് പൂർണ്ണിമ ആന്റി. ഹായ് ആന്റി, ഞാൻ മുസാൻ അമീർ, ഇക്കാശിന്റെ ഫ്രണ്ടാ. അറിയാം. അറിയാന്നല്ല, പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, ഞാനാ പൂർണിമ. ബാക്കി ചൈതൂനിയൊന്നും കണ്ടില്ലല്ലോ. മുസു, സോറി. എടാ, ചൈതൂനെ കണ്ടായിരുന്നോ? ഹലോ, എക്സ്ക്യൂസ് മീ, മാറും. ഋഷി, ഹാപ്പി ബർത്ത്ഡേ ടു യു. മുസാനെ, ദ്വാരപാലകൻ എന്നെ തിരക്കി നടക്കുക.
അവൻ്റെ കണ്ണോട്ട് നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അവൻ എന്നെ പിടിച്ചിട്ട് കെട്ടിയിട്ടേക്കോ, ഭർത്താക്കന്മാരെ കെട്ടിയിടുമ്പോൾ. ആരു നീ എന്ത് ഇവിടെ? നീ ആ വിഷ്ണുദാസിന്റെ മോൻ്റെ കൂടെ ഇറങ്ങിപ്പോയല്ലേ, പിന്നെന്ത് ഇവിടെ? ആരു എവനെന്താടാ പറ്റിയ മുസു? അത് മുസു അല്ല, ഞാൻ പറഞ്ഞുതരാം. അതെ, പുള്ളിക്കാരൻ 2 അടിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിവ് ഏടായി കാണിക്കുന്നേക്കെ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലേ ചെയ്തേട്ടാ? ആ, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കണ. ഇപ്പോഴാണ് നീ എൻ്റെ പുന്നാര അനിയനായത്. ആരു, ഐ മിസ് യൂടാ. ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നീ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് അവരാരും പറഞ്ഞതുമില്ല. വാടാ. നിങ്ങളിത് കേൾക്കണം പൂർണിമ ആൻറ്റി. ഒരു ദിവസം രാത്രി ഞാനും അവരും കൂടെ ഒരുമിച്ച് ഉറങ്ങാൻ കയറി. കിടന്നു. നേരം വെളുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇവനെ അടുത്ത് കാണാനില്ല. അപ്പോൾ ആൻറ്റിക്ക് എന്ത് തോന്നും? കുറച്ച് കഴിയുമ്പോൾ അറിയണ് വിഷ്ണുദാസിൻ്റെ മകൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന്. ആൻറ്റിക്ക് എന്തുമായിരിക്കും തോന്നുന്നത്? സ്വന്തം കൂടപ്പിറപ്പിനെ ഇവനെന്നോട് പറയായിരുന്നു ഇത്ര ലോകിനെ അവനെ ഇഷ്ടമാണെന്നും. ഒന്നും അവൻ പറഞ്ഞില്ല. അതിൻ്റെ ദേഷ്യം ഇത്രയും നാൾ ഞാൻ കാണിച്ചത്. ഇനി എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഐ ലവ് യുടാ. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്. നീയും ആശു ഇല്ലാതെ എനിക്ക് പറ്റൂല, സത്യം. ഈ ഋഷി ഇല്ലാതെയും പറ്റൂല. പക്ഷെ ഇവൻ അഹങ്കാരമാണ്, അതുകൊണ്ട് ഇവൻ ആ സൈഡിൽ ഇരിക്കട്ടെ. നിങ്ങളില്ലാതെ ചൈതുവിനൊരു ജീവിതമില്ല. ചൈതു, സോറിടാ, പറ്റിപ്പോയി. അന്നത്തെ സിറ്റുവേഷൻസ് അതൊക്കെയായിരുന്നു. നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. നീ എന്തിനാ കുടിച്ചേ? നല്ലൊരു ദിവസമായിട്ട് പുറത്തൊക്കെ റിലേറ്റീവ്സാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ കുടിച്ചും കൊണ്ട്? അവരൊക്കെ അതൊന്നും പറയത്തില്ലേ? ഹാ, ഇതാര്? ആരവ് റായ്ചന്ദ് ചൗധരിയോ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ എൻ്റെ ഏട്ടനെ അറിയാവോ? ആൻറ്റി ഹായ്. ആൻറ്റിയുടെ ഹസ്ബൻഡിനോട് ദേഷ്യമുണ്ടെങ്കിലും ആൻറ്റിയോട് ഞങ്ങൾക്കാർക്കും ഒരു ദേഷ്യമില്ല. പിന്നെ എവനോടുണ്ട്. എന്തിട്ടാണെന്നറിയോ? ഇവൻ പോയതിനൊന്നുമല്ല എനിക്ക് ഇവനോട് ദേഷ്യം. ഇത്രയും നാളായിട്ടും ഇവ ഇങ്ങോട്ട് വരാത്തതിന്. ഇവൻ വന്നു നോക്കിയാലേ അവനറിയാവും ഇതിനകത്തോട്ട് കയറ്റുകയെന്ന്. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുക, വീട്ടിൽ കയറ്റുന്നില്ല, ഇറങ്ങിപ്പോയോണ്ട് വീട്ടിൽ കയറ്റുന്നില്ല. പിന്നെ ചൈതു കുടിച്ചത് അവൻ്റെ ഇഷ്ടമല്ലേ? ഈ ഫാമിലിയിൽ നിന്നും നമ്മൾ കഷ്ടത്തിൽ കിടന്ന സമയത്ത് കണ്ടിട്ടില്ലല്ലോ ആരും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലും നമുക്കൊന്നുമില്ല. അവൻ എന്തിനാ കുടിച്ചെന്നൊക്കെ എനിക്കറിയാം. പിന്നെ സിറ്റുവേഷൻസ് ഇതൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം കളയണ്ട. വാ, നമുക്ക് പുറത്തോട്ട് പോവാം. ഫങ്ഷന് ഈ സമയം കളയണ്ട. യെസ്, യു ആർ റൈറ്റ് മൈ ഡിയർ ബ്രദർ. അത് ഓരോ പലക. വാ, നമുക്ക് അവിടെ എവിടെയുമ്പോൾ ഇരിക്കാം. ഇനിയിപ്പം മനസ്സകർമ്മന വിചാരിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇന്ന് എൻ്റെ ഋഷിയുടെ ബർത്ത്ഡേ ആണ്. വാ. അശൂടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല. അവ ഇന്നലെ വന്നെന്നെ വിഷ് ചെയ്തു, പക്ഷെ ഞാൻ കാരണമാ. ഋഷി, ഇത് നിൻ്റെ ബർത്ത്ഡേയാ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നോട്ട് സംസാരിക്കാം. ഇനി സമയമുണ്ടല്ലോ. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. എനിക്ക് മനസ്സിലായി നിങ്ങൾക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന്. അല്ലാണ്ടവൻ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ സമാധാനപ്പെടും. വാ. ആരു വന്നേ? എവിടെ പോവാ? ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് ദ പവർ ഓഫ് പൂർണിമയുടെ? അതെ, ഞാൻ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല മരുമകനെ. എന്റെ പൊന്നോ, അപാര കഴിവ് തന്നെ പോരെ. ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. എനിവേ, വൺ മോർ ടൈം താങ്ക് യു മാ. താങ്ക് യു സോ മച്ച്.